ലൈംഗിക അതിക്രമ കേസ് നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിന് പകരം അദ്ദേഹത്തിന്റെ മകന് സീറ്റ് നൽകിയ ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് ഗുസ്തി താരം സാക്ഷി മാലിക്. രാജ്യത്തെ പെൺമക്കൾ തോറ്റെന്നും ബ്രിജ്ഭൂഷൺ ജയിച്ചെന്നുമാണ് ഗുസ്തി താരം സാക്ഷി മാലിക് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ബ്രിജ്ഭൂഷന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തെന്നാണ് സാക്ഷി ആരോപിക്കുന്നത്. രാമന്റെ പേരിൽ വോട്ട് തേടുന്നവർ രാമന്റെ പാത പിന്തുടരണ്ടേ എന്നും സാക്ഷി ചോദിച്ചു. രാജ്യത്തെ പെൺമക്കൾ തോറ്റു, ബ്രിജ്ഭൂഷൺ വിജയിച്ചു. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കരിയർ പണയപ്പെടുത്തി. ദിവസങ്ങളോളം വെയിലും മഴയും കൊണ്ട് തെരുവിലുറങ്ങി. ഇന്നുവരെ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല, നീതി മാത്രം ആവശ്യപ്പെടുന്നു. ബ്രിജ്ഭൂഷന്റെ മകന് ടിക്കറ്റ് നൽകിയതിലൂടെ നിങ്ങൾ രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തു. ടിക്കറ്റ് ഒരു കുടുംബത്തിന് മാത്രമാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാകാമോ എന്നാണ് സാക്ഷി മാലിക് എക്സിൽ പോസ്റ്റിട്ടത്. 2024 ടൈം മാഗസിന്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള, അതായത് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയ 100 പേരുടെ പട്ടികയിലേക്ക് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്കിനെ തിരഞ്ഞെടുത്തിരുന്നു. ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് മണ്ഡലത്തിലാണ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന് സീറ്റ് നൽകിയത്. ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റാണ് 34-കാരനായ കരൺ ഭൂഷൺ സിംഗ്. ബ്രിജ്ഭൂഷണെതിരെ പ്രചാരണം നടത്തുമെന്ന് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിജ്ഭൂഷൺ സിംഗിന് സീറ്റ് നൽകരുതെന്ന് ഹരിയാനയിലെ ജാട്ട് സമുദായ സംഘടനകളും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് മകന് സീറ്റ് നൽകി ബ്രിജ്ഭൂഷൺ സിംഗിനെ ബിജെപി അനുനയിപ്പിച്ചത്. മെയ് 20-നാണ് കൈസർഗഞ്ചിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കൈസർഗഞ്ചിലെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തതിൽ പരസ്യ പ്രതിഷേധവുമായി ബ്രിജ്ഭൂഷൺ രംഗത്ത് വന്നിരുന്നു. സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രഖ്യാപിക്കാൻ വൈകുന്നതിന് മാധ്യമങ്ങളെയാണ് ബ്രിജ്ഭൂഷൺ കുറ്റപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിലേറെ വോട്ടിനാണ് ബ്രിജ്ഭൂഷൺ വിജയിച്ചത്. ഇത്തവണ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് പ്രവർത്തകരുടെ ശ്രമം. താനൊരു ശക്തനായ സ്ഥാനാർത്ഥിയാണ്, 99.9% താൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ബ്രിജ്ഭൂഷൺ നേരത്തെ പറഞ്ഞിരുന്നു.